MDMA അമിത അളവിൽ കഴിക്കുന്നത് മരണത്തിനിടയാക്കുമെന്ന് ഡോക്ടർമാർ. മറ്റ് അസുഖമുള്ളവ ചെറിയ അളവിൽ MDMA ഉപയോഗിക്കുന്നത് പോലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ PN സുരേഷ് കുമാർ മീഡിയ വണിനോട് പറഞ്ഞു. പോലീസിനെ കണ്ട് MDMAയുടെ പാക്കറ്റ് വിഴുങ്ങിയ ആളാണ് മരിച്ചിരിക്കുന്നത്. ഗുരുതരാവസ്ഥയിലായിരുന്നു, വെന്റിലേറ്ററിലായിരുന്നു. അതിനുശേഷം മരണം സംഭവിക്കുകയായിരുന്നു. എനിക്കൊപ്പമുള്ളത് ഡോക്ടർ PN സുരേഷ് കുമാറാണ്. ഡോക്ടർ, ഇപ്പം MDMA കഴിച്ചിട്ടാണ് ഇയാൾ മരിച്ചത്. നമുക്ക് പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. 2 പ്ലാസ്റ്റിക് കവറിലുള്ള MDMA ആണ് കഴിച്ചിരിക്കുന്നത്. എൻഡോസ്കോപ്പിയിൽ അത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാധനങ്ങൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിന് ഒരു കണക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല. എന്നിരുന്നാൽ പോലും ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു ഇങ്ങനെ മരണത്തിലേക്കൊക്കെ കാരണമാവുന്നത്? MDMA എന്ന് പറഞ്ഞാൽ അതൊരു മെത്താംഫിറ്റമിൻ എന്നാണ് അതിന്റെ ശരിക്കുള്ളൊരു ജനറിക് പേര് നമ്മൾ പറയുന്നത്. മെത്താംഫിറ്റമിൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിമുലന്റ് ആണ്. അതായത് നമ്മുടെ തലച്ചോറിന്റെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയും. നമ്മുടെ തലച്ചോറിന്റെ പ്രഷർ, ശ്വാസം ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഈ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു കെമിക്കൽ ആയതുകൊണ്ടാണ് അതിനെ സ്റ്റിമുലൻ എന്ന് പറയുന്നത്. അപ്പം ഇത് സാധാരണയായിട്ട് ഇപ്പോൾ ചെറിയ ഡോസിൽ കഴിച്ചാലും വലിയ ഡോസിൽ കഴിച്ചു കഴിഞ്ഞാലും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മീതിൽ മെത്താംഫിറ്റമിൻ എന്ന് പറയുന്നത് നമ്മുടെ BP കൂട്ടും, നെഞ്ചിരിപ്പ് കൂട്ടും, റെസ്പിറേറ്ററി റേറ്റ്, ശ്വാസഗതി വർദ്ധിപ്പിക്കും, പിന്നെ സ്വെറ്റിംഗ് ഉണ്ടാക്കും. അതായത് എല്ലാ ഞരമ്പുകളെയും ഉത്തേജിപ്പിക്കുന്നതുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ സാധാരണക്ക് ഇങ്ങനെ ഒരു ഉത്തേജനം നമുക്ക് വരുന്നതുകൊണ്ട്, ഈ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് വരുന്നതുകൊണ്ടാണ് അയാൾക്കൊരു അതിൻ്റെ ഒരു കിക്ക്, ഒരു ഇഫക്റ്റ് എന്നൊക്കെ പറയുന്നത് ഉണ്ടാകുന്നത്. പക്ഷെ ഇത് അമിതമായിട്ടുള്ള അളവിൽ ഉപയോഗിക്കുമ്പം ഇതെല്ലാം വളരെ കൂടിയ രീതിയിലായിപ്പോകും. അതായത് ഇപ്പം BP കൂടുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ BP അമിതമായിട്ട് കൂടിയിട്ട് ഇയാൾക്ക് തലച്ചോറിലെ രക്തക്കുഴൽ പൊട്ടിയിട്ട് രക്തസ്രാവം സംഭവിക്കാം, മസ്തിഷ്ക മരണം സംഭവിക്കാം അതിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമുക്ക് ഹാർട്ടിന്റെ റേറ്റ്, ഹാർട്ടിന്റെ ഇടിപ്പ്, ഹൃദയമിടിപ്പ് കൂടിക്കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരാം. ഹാർട്ടിലേക്കുള്ള രക്തോട്ടം, ഹാർട്ടിലേക്കുള്ള രക്തക്കുഴലിലേക്കുള്ള രക്തോട്ടമൊക്കെ കുറഞ്ഞിട്ട് ഹാർട്ട് അറ്റാക്ക് വരാം. റെസ്പിറേറ്ററി റേറ്റ് കൂടുമ്പം ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം. ഇനി കൂടുതൽ അളവിൽ ഇതെത്തിക്കഴിഞ്ഞാൽ തലച്ചോറിൽ സീഷർ, അപസ്മാരം ഉണ്ടാവാം. പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് സോഡിയം കുറയാം, ഹൈപ്പോനാട്രീമിയ എന്ന് പറയാം. പിന്നെ ഹൈപ്പർ തെർമിയ, ശരീരത്തിലെ ടെമ്പറേച്ചറിന്റെ അളവൊക്കെ വളരെ അമിതമായിട്ട് കൂടാം. ചുരുക്കി പറഞ്ഞാൽ ഈ അമിത അളവിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ അവർക്ക് സംഭവിക്കുന്നത് മൾട്ടി ഓർഗൻ ഫെയിലിയർ ആണ്. അതായത് ഹൃദയത്തിനെ ബാധിക്കുന്നു, ശ്വാസകോശത്തിനെ ബാധിക്കുന്നു, തലച്ചോറിനെ ബാധിക്കുന്നു, കിഡ്നിയെ ബാധിക്കുന്നു. അങ്ങനെ ഈ മൾട്ടി ഓർഗൻ ഫെയിലിയർ വന്നാൽ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ബാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ ആ ഉപയോഗിക്കുന്ന അളവ് അമിതമായിട്ടുള്ള അളവാണെങ്കിൽ അതിലൊരു മോർട്ടാലിറ്റി റേറ്റ് എന്നൊക്കെ പറയുന്നുള്ളൂ, മരണസാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ഏതൊരു പോയിസണിങ്ങിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന പോലെ, അതിപ്പം നമ്മൾ MDMA എന്ന് മാത്രമല്ല ഏത് പോയിസണും ഉപയോഗിച്ചതിന് MDMAയുടെ ഒരു കാര്യം പറയുമ്പം ഈ സാധനത്തിന്റെ ഇഫക്റ്റിനെ ശരീരത്തിൽ പെട്ടെന്ന് കളയാനുള്ള നമ്മളതിനെ ആന്റിഡോട്ട് മരുന്ന് എന്നൊക്കെ പറയാം. അതായത് ഇത് കഴിക്കുന്ന വ്യക്തിക്ക് പ്രശ്നങ്ങൾ പെട്ടെന്ന് കുറയാനുള്ള ആന്റിഡോട്ട് മരുന്നുകളൊന്നുമില്ല, ഇല്ല, ഒരിക്കലും ഇല്ല. അത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ചെയ്യാവുന്നത് ആ വ്യക്തി കഴിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അയാളുടെ വയറ് കഴുകുക എന്നൊക്കെ പറയും, നമ്മുടെ സ്റ്റൊമക്ക് വാഷ്. അതിലൊരു യൂണിവേഴ്സൽ നമ്മളൊരു ആന്റിഡോട്ടായിട്ട് ചാർക്കോൾ, ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്നൊക്കെ പറയും. ഇത് ഉപയോഗിച്ചിട്ട് വയറ് കഴുകി കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂറിനുള്ളിലാണ് ഈ വ്യക്തി കഴിച്ചിരിക്കുന്നതെങ്കിൽ കുറേയൊക്കെ നമുക്ക് വയറിൽ നിന്ന് പുറത്തു കളയാൻ പറ്റും. അല്ലെങ്കിൽ അത് രക്തത്തിൽ കയറി ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിന്റെ നമുക്ക് വ്യക്തിയുടെ മരണകാരണം നിർണയിക്കുന്നത്, അതിനെ ഡിസൈഡ് ചെയ്യുന്നത് ഇത് മാത്രമല്ല. പലപ്പോഴും ഇത്തരത്തിലെ വ്യക്തികൾക്ക് ഹാർട്ടിന് മുന്നേ വല്ല അസുഖം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഡയബറ്റീസ്, അങ്ങനെ മറ്റു തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് മരണസാധ്യതയും കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് നമ്മൾ ചെറിയ അളവ് കഴിച്ചാൽ പോലും ആ സാധ്യത കൂടൂലേ? അപ്പോൾ MDMA ചെറിയ ആളുകൾ കഴിക്കുന്ന വ്യക്തികൾക്ക് പോലും ഞാൻ സൂചിപ്പിച്ചല്ലോ, അത് രക്തസമ്മർദ്ദം കൂട്ടാം, ശ്വാസത കൂട്ടാം. ഇതൊക്കെ മറ്റ് അസുഖങ്ങളുള്ള വ്യക്തികൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കാം. പിന്നെ ഇത് ശാരീരികമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ മരണത്തിന് സാധ്യത കൂടുതലുണ്ട്. പിന്നെ ഇവർ ഇതിന്റെ കൂടെ മറ്റ് ഏതെങ്കിലും ലഹരി വസ്തുക്കളോ മറ്റു വസ്തുക്കളോ നമുക്ക് ഉപയോഗിച്ചെന്നുള്ള നമുക്കറിയില്ല. ഇപ്പൊ ഇവിടെ പ്ലാസ്റ്റിക്കിൽ കവർ ചെയ്തിട്ട് ഉപയോഗിച്ച സാധനം എന്നൊക്കെ പറയുമ്പം എത്ര കണ്ട് പ്ലാസ്റ്റിക് കൂടി വയറിൽ കടന്നു പോയിട്ടുണ്ട്. ഇനി അത് നമ്മുടെ വയറിൻ്റെ വല്ല ബ്ലോക്കോ എന്തെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ അതൊക്കെ നമുക്ക് നോക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള സാധ്യതകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് MDMA മാത്രമാണോ മരണത്തിലുള്ള സാധ്യത എന്ന് പറയുന്നത്.